എല്ലാവർക്കും നമസ്കാരം. കോമ്പറ്റിറ്റീവ് ക്രാക്കറിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നമ്മുടെ വരാൻ പോകുന്ന ഗ്രൂപ്പ് ഡി പരീക്ഷകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഒരു ടോപ്പിക്കിനകത്ത് നിന്നുകൊണ്ട് ആ ടോപ്പിക്കിനകത്ത് നിന്ന് ചോദിച്ചിരിക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോവാണ്. അപ്പൊ ഇതോടുകൂടി നിങ്ങൾ ആ ഒരു ടോപ്പിക്കില് എക്സ്പേർട്ട് ആവുകയാണ്. ഇങ്ങനെ ഓരോ ടോപ്പിക്കുകളാണ് നമ്മൾ വൃത്തിയായിട്ട് പഠിക്കേണ്ടത്. സാധാരണ RRB പരീക്ഷകളിലെ ഈ ഗ്രൂപ്പ് ഡി പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട്. അത് റീസണിങ് പോർഷനകത്ത് ഒരുപാട് ചാപ്റ്ററുകൾ ഉണ്ടെങ്കിലും ഒരു ചോദ്യം അല്ലെങ്കിൽ രണ്ട് ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് വയസ്സ് അല്ലെങ്കിൽ ഏജ് എന്ന് പറയുന്ന ടോപ്പിക്ക്. അപ്പോൾ വയസ്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് മുൻവർഷ ചോദ്യങ്ങൾ ചെയ്തു പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായ ഒരു ധാരണ ആ ഒരു ടോപ്പിക്കിൽ കിട്ടും. അതുകൊണ്ട് നമ്മുടെ പരീക്ഷ എന്ന് നടക്കും എന്നുള്ള ആശയക്കുഴപ്പത്തിലേക്ക് നിങ്ങൾ പോകാതെ ഏറ്റവും നന്നായിട്ട് പഠിച്ചുകൊണ്ട് കിട്ടുന്ന ദിവസങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ 2026 നിങ്ങൾക്ക് ജോലി കിട്ടും. അതും കേന്ദ്ര ഗവൺമെന്റ് ജോലി കിട്ടും. അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക. ഒക്ടോബർ നവംബറോടുകൂടി തീർച്ചയായിട്ടും പരീക്ഷകൾ അവസാനിക്കും. അപ്പൊ ഒക്ടോബറിൽ തുടങ്ങി നവംബറിൽ അവസാനിക്കുന്ന ആ ഒരു സ്ലോട്ടിലായിരിക്കും തീർച്ചയായിട്ടും പരീക്ഷ നടക്കുന്നത്. ഇനി ഒരു മാറ്റം ഉണ്ടാകത്തില്ല. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. കേസിന്റെ കാര്യം അങ്ങനെയുള്ള കാര്യങ്ങളുടെ പിറകിന് നിങ്ങൾ പോകാതെ കിട്ടുന്ന സമയം പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക. എന്തായാലും 2026 നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ പറയുന്ന ജോലി നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് നമുക്ക് പതിയെ പോകാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ മക്കളെ വയസ്സെന്ന് പറയുന്ന ടോപ്പിക്, അല്ലെങ്കിൽ ഏജ് എന്ന് പറയുന്ന ടോപ്പിക്, അല്ലെങ്കിൽ പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ ഏജസ് എന്ന് പറയുന്ന ടോപ്പിക്. അപ്പോൾ നിങ്ങൾ എപ്പോഴും കേൾക്കുന്നതാണ് ഒരു 5 വർഷം മുമ്പ് അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 4 മടങ്ങായിരുന്നു. 7 വർഷത്തിന് ശേഷം അത് ഇരട്ടിയാകുവാണെങ്കിൽ അച്ഛന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര, അല്ലെങ്കിൽ മകന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര, അല്ലെങ്കിൽ 10 വർഷം മുമ്പ് അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 8 മടങ്ങായിരുന്നു. 7 വർഷത്തിന് ശേഷം അത് 3 മടങ്ങാകും. അങ്ങനെയാണെങ്കിൽ അച്ഛന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര, അല്ലെങ്കിൽ 3 വർഷത്തിന് ശേഷമുള്ള മകന്റെ വയസ്സ് എത്ര എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മൾ എപ്പോഴും കാണാറുണ്ട്. അത്തരത്തിൽ വിവിധ ഗ്രൂപ്പ് ഡി പരീക്ഷകളിൽ ചോദിച്ചു പോയ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. നിങ്ങളുടെ എല്ലാ സജഷൻസും തീർച്ചയായിട്ടും കമന്റായിട്ട് രേഖപ്പെടുത്തുവാണെങ്കിൽ അതിനനുസരിച്ച് അടുത്തടുത്ത ക്ലാസ്സുകൾ നമ്മൾ ഉടനെ ചെയ്ത് നിങ്ങളുടെ പഠന ആ ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഒരുപാട് കണ്ടന്റുകൾ ഫ്രീ ആയിട്ട് കിട്ടും. എല്ലാവരും കമന്റ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം 2022 17/8 ഡേറ്റിൽ ചോദിച്ച ഷിഫ്റ്റ് 1 ചോദിച്ച ചോദ്യമാണ് ഈ കാണുന്നത്. 6 വർഷം മുമ്പ് ഒരച്ഛന്റെ പ്രായം മകളുടെ പ്രായത്തിന്റെ 6 മടങ്ങായിരുന്നു. 3 വർഷം കഴിയുമ്പോൾ അച്ഛന് മകളുടെ പ്രായത്തിന്റെ 3 ഇരട്ടി പ്രായമുണ്ടാകും. അങ്ങനാണെങ്കിൽ മകളുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രാടാ എന്നാണ് ചോദ്യം. കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ എടാ കുഞ്ഞുങ്ങളെ, ചോദ്യം ഇതാണ്: 6 വർഷം മുമ്പ് ഒരച്ഛന്റെ വയസ്സ് മകളുടെ വയസ്സിന്റെ 6 മടങ്ങായിരുന്നു. 3 വർഷം കഴിയുമ്പോൾ അച്ഛന്റെ വയസ്സ് മകളുടെ വയസ്സിന്റെ 3 മടങ്ങാകും, അല്ലെങ്കിൽ 3 ഇരട്ടിയാകും. അങ്ങനാണെങ്കിൽ ചോദ്യം ചോദിച്ചിരിക്കുന്നത് മകളുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണെന്നാണ് ചോദ്യം. തന്നിരിക്കുന്ന ചോദ്യം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അതിനകത്ത് പ്രധാനപ്പെട്ട 2 വാക്കുകളാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതിൽ ഒന്നാമത്തെ വാക്കെന്ന് പറഞ്ഞാല് നിങ്ങൾ ആൾക്കാരുടെ പേര് നോക്കേണ്ട ആവശ്യമില്ല. അതേപോലെ അവരുടെ കാലഘട്ടം നോക്കേണ്ട ആവശ്യമില്ല, പേരും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നോക്കേണ്ടത് 2 കണ്ടീഷനാണ്. അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 6 മടങ്ങ് എന്ന് പറയുന്ന കണ്ടീഷൻ. കണ്ടോ, 6 മടങ്ങായിരുന്നു.
പിന്നത് 3 മടങ്ങാകും, അല്ലെങ്കിൽ 3 ഇരട്ടിയാകും. അപ്പൊ 6 മടങ്ങായിരുന്നു 3 ഇരട്ടിയാകും, അല്ലെങ്കിൽ 6 ഇരട്ടിയായിരുന്നു 3 ഇരട്ടിയാകും. അങ്ങനെ ആ 2 കണ്ടീഷൻസ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഒരു കണ്ടീഷൻ 6 മടങ്ങ്, രണ്ടാമത്തത് 3 മടങ്ങ്. അത് രണ്ടും മാത്രം പിടിച്ചാൽ മതി. മടങ്ങെന്ന് പറഞ്ഞാലും ഇരട്ടി എന്ന് പറഞ്ഞാലും സെയിം മീനിങ് ആണ്. ഇത് നിങ്ങൾ ചെയ്യേണ്ടത്, ഇത്തരം വാക്കുകൾ വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചോദ്യം ചെയ്ത് തരാൻ പറ്റും. അതായത് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ മടങ്ങ് എന്ന് പറയുന്ന വാക്ക് അല്ലെങ്കിൽ ഇരട്ടി എന്ന് പറയുന്ന വാക്ക് കേട്ടാൽ ഞാൻ പറയുന്ന എളുപ്പവഴി പ്രോബ്ലത്തിൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അംശബന്ധമാണെങ്കിൽ 8 വർഷം മുമ്പ് തന്നിരിക്കുന്ന 2 വ്യക്തികളുടെ അംശബന്ധം, വയസ്സിന്റെ അംശബന്ധം തരുന്നു, 7 വർഷത്തിന് ശേഷമുള്ള അംശബന്ധം തരുന്നു. അങ്ങനെ അംശബന്ധമാണെങ്കിലും ഞാൻ ഈ പറയുന്ന ട്രിക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കുവാൻ സാധിക്കും. നമുക്ക് ചെയ്യാം. അപ്പോ ആൾക്കാരുടെ പേര് സൈഡിലേക്ക് എഴുതണം. ആൾക്കാർ ആരൊക്കെയാ? അച്ഛനുണ്ട്, അതേപോലെ മകളും ഉണ്ട്. കണ്ടോ? ആൾക്കാരുടെ പേര് നമ്മൾ സൈഡിലോട്ട് എഴുതണം. കുഴപ്പമൊന്നുമില്ലല്ലോ ആർക്കും? ഇല്ല. കാലഘട്ടങ്ങള് താഴോട്ട് എഴുതണം. കാലഘട്ടങ്ങൾ ഒരെണ്ണം 6 വർഷം മുമ്പല്ലേടാ. അപ്പോൾ ഒന്നാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് 6 വർഷം മുമ്പ് എന്നുള്ളതാണ്. അത് ആദ്യം അങ്ങ് എഴുതണം. കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. അടുത്ത കാലഘട്ടം എന്ന് പറയുന്നത് 3 വർഷത്തിന് ശേഷം എന്നല്ലേ പറഞ്ഞത്? അത് താഴെ എഴുതുക. എന്താണ്ടേ, 3 വർഷത്തിന് ശേഷം എന്ന് പറയുന്ന രണ്ടാമത്തെ കാലഘട്ടം തൊട്ട് താഴെ എഴുതുക. ഇനി നമുക്ക് എന്താണ്ടേ, 6 വർഷം മുമ്പ് അച്ഛന്റെ വയസ്സ് മകളുടെ 6 മടങ്ങായിരുന്നു എന്നല്ലേ പറയുന്നത്? അല്ലേ? മകളുടെ വയസ്സിന്റെ 6 മടങ്ങായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് അച്ഛന്റെ വയസ്സ് പറഞ്ഞിരിക്കുന്നത് മകളുടെ വയസ്സിനെ റെഫറൻസ് ആയിട്ട് വെച്ചിട്ടല്ലേ? ഇല്ലടാ, മകളുടെ 6 മടങ്ങെന്നല്ലേ പറഞ്ഞത്? അങ്ങനെ ഒരു വ്യക്തിയുടെ പ്രായം പറയുമ്പോൾ മറ്റൊരു വ്യക്തിയെ റെഫറൻസ് ആയിട്ട് വെച്ചുകൊണ്ടാണെങ്കിൽ ആ റെഫറൻസ് ആയിട്ട് വെച്ച വ്യക്തിയുടെ പ്രായം നിങ്ങൾ ഒന്നെന്നങ്ങ് എടുക്കണം. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. 6 മടങ്ങെന്ന് പറഞ്ഞാല് മകളുടെ വയസ്സ് 1 ആണെങ്കിൽ അച്ഛന്റെ വയസ്സ് 1 × 6 6 എടുക്കുക. 6 മടങ്ങെന്ന് പറഞ്ഞാൽ 6 കൊണ്ട് ഗുണിക്കുക എന്നല്ലേ അർത്ഥം? അപ്പൊ മകളുടെ വയസ്സ് 1 ആണെങ്കിൽ അച്ഛന്റെ വയസ്സെന്ന് പറയുന്നത് 6 മടങ്ങെന്ന് പറഞ്ഞാൽ 6 എന്നെടുക്കുക. ഇനി 3 വർഷം കഴിയുമ്പോൾ 3 ഇരട്ടി അല്ലെങ്കിൽ 3 മടങ്ങെന്നല്ലേ പറഞ്ഞത്? പഴയതുപോലെ തന്നെ മകളുടെ വയസ്സ് 1 ആണെന്ന് എടുത്തു. അപ്പൊ അച്ഛൻ്റെത് 3 മടങ്ങ് അല്ലെങ്കിൽ 3 എടുത്തു. 3 മടങ്ങെന്ന് പറഞ്ഞാൽ 3 കൊണ്ട് ഗുണിക്കുക. ഇനി ഇപ്പോൾ കിട്ടിയ 4 സംഖ്യകൾക്ക് നിങ്ങൾ പേര് കൊടുക്കണം. A, B, C, D എന്ന് പേര് കൊടുക്കുക. മനസ്സിൽ കൊടുത്താലും മതി, അല്ലെങ്കിൽ ക്വസ്റ്റ്യന് നേരിട്ട് കൊടുത്താലും മതി. അപ്പൊ നമുക്കൊന്ന് ചെയ്യാം. ഞാനേ ചുമ്മാ ഒന്ന് നേരിട്ട് എഴുതുവാണ്. അതാണ്ടേ, നോക്കിക്കോണേ. ഇത് A എന്നെടുത്തു, ഇത് B എന്നെടുത്തു, ഇത് C എന്നെടുത്തു, ഇത് D എന്നെടുത്തു. A, B, C, D. നിങ്ങൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, മനസ്സുകൊണ്ട് ഓർത്തിരുന്നാലും മതി. ഇത് A ആണ്, അത് B, C, D. എന്നിട്ട് മുകളിൽ കിടക്കുന്ന സംഖ്യകളുടെ കൂടെ, മുകളിൽ 2 സംഖ്യകളില്ലേ, ആ മുകളിൽ കിടക്കുന്ന 2 സംഖ്യകളുടെ കൂടെ ഒരു X കൂടി ചേർത്ത് എഴുതണം. എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു X കൂടി, താണ്ടേ, ഒരു X കൂടി ചേർത്ത് അങ്ങോട്ട് എഴുതുക. ഇനി ആ X കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴിയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. മക്കളെ, X കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് N എന്തുവാന്ന് ഞാൻ പറഞ്ഞു തരാം. N × താഴെയുള്ള 2 സംഖ്യകൾ തമ്മിൽ കുറയ്ക്കുക. N × C - D. കണ്ടോ? N × താഴെയുള്ള 2 സംഖ്യകൾ തമ്മിൽ കുറയ്ക്കുക. എന്നിട്ട് ഡിവൈഡഡ് ബൈ ക്രോസ് ആയിട്ട് ഗുണിക്കുക, സെൻട്രലിലെ മൈനസ് ചിഹ്നം കൊടുക്കുക. എന്ത് ഞാൻ പറഞ്ഞത്? ക്രോസ് ആയിട്ട് ഗുണിക്കുക, സെൻട്രലിലെ മൈനസ് ചിഹ്നം കൊടുക്കുക. അപ്പൊ താണ്ടേ, എയും ഡിയും കൂടെ ഗുണിച്ചാൽ AD എന്ന് വരും. ബിയും സിയും കൂടെ ഗുണിച്ചാലോ BC എന്ന് വരും, മൈനസ് ചിഹ്നം കൊടുക്കുക. ഒന്നും കൂടെ പറയാം. N × താഴെയുള്ള 2 സംഖ്യകൾ തമ്മിൽ കുറയ്ക്കുക, ഡിവൈഡഡ് ബൈ ക്രോസ് ആയിട്ട് ഗുണിക്കുക, സെൻട്രലിലെ മൈനസ് ചിഹ്നം കൊടുക്കുക. ഇനി N എന്ന് പറഞ്ഞാൽ അർത്ഥം
നമ്പർ ഓഫ് ഇയേഴ്സ് എന്നുള്ള അർത്ഥമാണ്. നിങ്ങൾ കൂടുതൽ കാട് കയറി ചിന്തിക്കേണ്ട. n എന്ന് പറഞ്ഞാല് ആ ഇടതുവശത്ത് കിടക്കുന്ന സംഖ്യകൾ തമ്മിൽ അങ്ങ് കൂട്ടിയാൽ മതി. അതായത് ഇവിടെ ഒരു 6, ഇവിടെ ഒരു 3 കൂട്ടുമ്പോ എത്ര? 6ഉം 3ഉം കൂടെ കൂട്ടിയാൽ 9 അല്ലേ മക്കളെ? 9. സീന്ന് ഡി കുറയ്ക്കുക. 3ൽ 1 കുറച്ചാൽ എത്ര? 3ൽ 1 കുറച്ചാൽ 2 അല്ലേ? ഇനി എ ഡി 6ഉം 1ഉം കൂടെ ഗുണിച്ചാൽ എത്ര? 6. മൈനസ് ബിയും സിയും കൂടെ ഗുണിക്കുക, അല്ലെങ്കിൽ സിയും ബിയും കൂടെ ഗുണിക്കുക. 3ഉം 1ഉം കൂടെ ഗുണിച്ചാൽ 3 ആണ്. 9ഉം 2ഉം കൂടെ ഗുണിച്ചാൽ എത്ര? 18. താഴെ 6ൽ നിന്ന് 3 കുറച്ചാൽ എത്ര? 3. 18നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്ര? 18നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്രടാ? 18നെ 3 കൊണ്ട് ഹരിച്ചാലേ 6 എന്ന് കിട്ടും. അങ്ങനെ എക്സിന്റെ വില നമുക്ക് എന്തോ കിട്ടി? എക്സിന്റെ വില നമുക്ക് 6 എന്ന് കിട്ടി. അങ്ങനെ എക്സിന്റെ വില 6 എന്ന് കിട്ടിയാൽ അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടത്, എക്സിന്റെ വില 6 കിട്ടിയല്ലോ, അപ്പൊ 6x എന്ന് പറഞ്ഞാൽ 6 × 6 എത്ര? 6 × 6 36 എന്ന് വരും. അതേപോലെ 1x എന്ന് പറഞ്ഞാൽ 1 × 6, 1 × 6 എന്ന് പറഞ്ഞാൽ 6 ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞിരിക്കുവാണ്. 6 വർഷം മുമ്പ് അച്ഛന്റെ വയസ്സ് 36. മക്കളെ 6 വർഷം മുമ്പ് 36 ആണെങ്കിൽ എടാ ഇപ്പോൾ എത്ര ആയിരിക്കും? 6 വർഷം മുമ്പ് 36 ആണെങ്കിൽ ഇപ്പോൾ അച്ഛന്റെ വയസ്സെന്ന് പറഞ്ഞാൽ 36 6 42. അച്ഛന്റെ ഇപ്പോഴത്തെ വയസ്സ് 42. നിൽക്കട്ടെ. 6 വർഷം മുമ്പ് മകന്റെ വയസ്സ് 6 ആണെങ്കിൽ, 6 വർഷം മുമ്പ് മകന്റെ വയസ്സ് 6 ആണെങ്കിൽ മകന്റെ ഇപ്പോഴത്തെ വയസ്സ് 6 6 12 എന്ന് വരും. ഓക്കെ, ചോദിച്ചത് അല്ലെങ്കിൽ മകൻ അല്ലെങ്കിൽ മകള് പോട്ടെ, മകളുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര എന്നാണ് ചോദിച്ചത്. മകളുടെ ഇപ്പോഴത്തെ വയസ്സ് 12 ആണ്. 12 ആയിരുന്നു അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. ഉത്തരം 12. ഈ ഫോർമുല നന്നായിട്ട് എഴുതി പഠിക്കുക. കൃത്യമായിട്ട് 4 സംഖ്യകൾ കൃത്യമായിട്ട് വെക്കുക. ABCD കൊടുക്കുക. എന്നിട്ട് മുകളിൽ കിടക്കുന്ന 2 സംഖ്യകളുടെ കൂടെ മാത്രം x എഴുതുക. ആ എക്സിന്റെ വില കണ്ടുപിടിക്കുക. ആ വില മുകളിൽ കൊണ്ടുപോയി കൊടുക്കുക. അത്രയും ചെയ്താൽ മാത്രം മതി. സിമ്പിൾ പരിപാടിയാണ്. കുറെ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുവാണെങ്കിൽ സാധനം സെറ്റാവും. ഇതേ മോഡലില് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് പിടിക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഐഡിയ കിട്ടും. ഇതാ പിടിച്ചോ അടുത്ത ക്വസ്റ്റ്യൻ. എന്താണ്ടേ, ഇതിന്റെ ഉത്തരം 12 ആയിരുന്നു. അതായത് ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും ഗ്രൂപ്പ് ഡിയുടെ ക്വസ്റ്റ്യൻ തന്നെ എടുത്തിരിക്കുന്നത്. ഇതാ പിടിച്ചോണേ, സാധനം എന്റെ കൂടെ കട്ടയ്ക്ക് പിടിച്ചോ. ഒന്നുകിൽ നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് സ്വന്തമായിട്ട് ചെയ്യുക. എന്നിട്ട് എനിക്ക് കിട്ടുന്ന ആൻസറും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസറും സെയിം ആണോ നോക്കിയാലും മതി. ഓക്കെ, ഇതാ പിടിച്ചു. ഇതോണ്ടേ ആദ്യം നമ്മൾ നോക്കേണ്ടത് അവിടുത്തെ വാക്കുകൾ. ഇതാണ്ടേ 3 മടങ്ങ് സെറ്റാണേ. അടുത്തത് ഇരട്ടി. ഓക്കെ, രക്ഷപ്പെട്ടു. നമുക്ക് ഇതേ മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ആൾക്കാരുടെ പേര് സൈഡിലോട്ട് എഴുതുക. ആൾക്കാർ ആരൊക്കെയാ? അച്ഛനും മകളുമാണ് വീണ്ടും. അപ്പൊ നാണ്ടേ അച്ഛനെ ഇവിടെ വെച്ചു, മകളെ ഞാൻ അവിടെ വെച്ചു. ഇനി കാലങ്ങൾ താഴോട്ട് എഴുതണം. കാലങ്ങൾ എപ്പോഴൊക്കെയാ? ഒരെണ്ണം ഇപ്പോൾ കണ്ടോ. അടുത്തത് എപ്പോഴാ മക്കളെ? അടുത്തത് 10 വർഷം കഴിയുമ്പോൾ. അപ്പോൾ ഒരെണ്ണം ഇപ്പോൾ, അടുത്തത് 10 വർഷം കഴിഞ്ഞിട്ട്, 10 വർഷത്തിന് ശേഷം. ആണോ? ആണ്. അങ്ങനാണെങ്കിൽ അതാ പിടിച്ചോ. എടാ ഇപ്പോൾ 3 മടങ്ങല്ലേ? ഇപ്പോ 3 മടങ്ങല്ലേ? അങ്ങനാണെങ്കിൽ ആരുടെ വയസ്സാണോ റെഫറൻസ് ആയിട്ട് വെക്കുന്നത് ആ വ്യക്തിക്ക് 1 വയസ്സുണ്ടെന്ന് കരുതണം. അങ്ങനാണെങ്കിൽ മകളുടെ വയസ്സ് 1, അച്ഛന്റെ 3 മടങ്ങ് 3. അത് കഴിഞ്ഞ് 10 വർഷം കഴിയുമ്പോൾ ഇരട്ടിയല്ലേ? ഇരട്ടി എന്ന് പറഞ്ഞാൽ 2 മടങ്ങെന്നല്ലേ അർത്ഥം. അപ്പോൾ താണ്ടേ വീണ്ടും പഴയതുപോലെ 1, അച്ഛൻ 2. മുകളിൽ മാത്രം x കൊടുക്കുക. ദാ കൊടുത്തു. എക്സ് കണ്ടുപിടിക്കാൻ പോകുന്നു. ശ്രദ്ധിച്ചോ. എക്സ് കണ്ടുപിടിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ ഞാൻ പറഞ്ഞു തന്നത്? ഇടതുവശത്ത് കിടക്കുന്ന സംഖ്യകൾ തമ്മിൽ കൂട്ടുക. ഇവിടെ ഒന്നുമില്ല.
ഇവിടെ 10. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 10 അല്ലേ ഉള്ളൂ, ഇവിടെ ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഇവിടെ 10 സെറ്റ്. അപ്പോൾ എന്നിന്റെ വില 10. താഴെയുള്ള രണ്ട് സംഖ്യകൾ തമ്മിൽ കുറയ്ക്കുക. മക്കളെ 2 ൽ 1 കുറച്ചാ 1, 2 ൽ 1 കുറച്ചാ 1. ക്രോസ് 3 × 1 3 മൈനസ് 2 × 1 2. 3 ൽ 2 കുറച്ചാൽ എത്ര? 3 ൽ 2 കുറച്ചാൽ 1. അങ്ങനെ നമുക്ക് എക്സിന്റെ വില 10 കിട്ടിയോ? കാരണം 10 × 1 10, 10നെ 1 കൊണ്ട് ഹരിച്ചാൽ 10. എക്സിന്റെ വില 10 കിട്ടിയാൽ അത് നിങ്ങൾ മുകളിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 3x എന്ന് പറഞ്ഞാൽ 3 × 10 30 എന്ന് വരും. 1x എന്ന് പറഞ്ഞാൽ 1 × 10 10 എന്ന് വരും. അതായത് ഇപ്പോൾ അച്ഛന്റെ വയസ്സ് 30, മകളുടെ ഇപ്പോഴത്തെ വയസ്സ് 10. ചോദ്യകർത്താവ് ചോദിച്ചത് മകളുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര എന്നാണ് ചോദ്യം. എടാ, മകളുടെ ഇപ്പോഴത്തെ വയസ്സ് 10. ഓപ്ഷൻ ഡി ആൻസർ. മകളുടെ ഇപ്പോഴത്തെ വയസ്സ് 10 10 10. ഓപ്ഷൻ ഡി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. നമ്മൾ മൊത്തത്തിൽ 10 സെക്കൻഡിൽ താഴെ മാത്രമാണ് ആ ചോദ്യം ചെയ്യുവാൻ നമ്മൾ എടുത്തത്. അച്ഛന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര എന്ന് ചോദിച്ചായിരുന്നു എങ്കിൽ നമുക്ക് ഉത്തരം 30 എന്ന് എഴുതിയാൽ മതിയായിരുന്നു. ചോദിച്ചത് മകളുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര എന്നാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നിങ്ങൾ ബബിൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യം മനസ്സിലായല്ലോ. ഇത് ചോദിച്ചത് 22/8/2022 ചോദിച്ചത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പതിയെ കടക്കാം. ചോദ്യം ചോദിച്ചത് 29/9/2022 ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം നോക്കിക്കോണേ. 2 വർഷം മുമ്പ് സുഭാഷിന്റെയും പ്രണവിന്റെയും പ്രായങ്ങളുടെ അനുപാതം കണ്ടോ? അനുപാതം അല്ലെങ്കിൽ അംശബന്ധം 4 അംശബന്ധം 5 ആയിരുന്നു. 3 വർഷം കഴിയുമ്പോൾ അത് 5 അംശബന്ധം 6 ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ പ്രണവിന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണെന്നാണ് ചോദ്യം. സ്വാഭാവികമായിട്ടും തന്നിരിക്കുന്നത് അംശബന്ധമല്ലേ? എപ്പോഴത്തെയാ? 2 വർഷം മുമ്പുള്ള അംശബന്ധം 4 5 ആണോ? 3 വർഷം കഴിയുമ്പോൾ 5 6. അപ്പോൾ അംശബന്ധം അല്ലെങ്കിൽ റേഷ്യോ ആണ് തന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, മടങ്ങാണെങ്കിലും ഇരട്ടിയാണെങ്കിലും അംശബന്ധം ആണെങ്കിലും ഇതേ മെത്തേഡിൽ നിങ്ങൾക്ക് ചോദ്യം ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പൊ നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ആൾക്കാരെ സൈഡിലോട്ട് എഴുതുക. ആൾക്കാര് ഒരാള് സുഭാഷ്, രണ്ടാമത്തത് പ്രണവ്. ഓക്കെ, ഇനി കാലങ്ങള് താഴോട്ട് എഴുതുക. ഒന്നാമത്തെ കാലഘട്ടം 2 വർഷം മുമ്പ്, ഒന്നാമത്തെ കാലഘട്ടം 2 വർഷം മുമ്പ് എന്ന് പറയുന്ന കാലഘട്ടമാണ്. അത് എഴുതി വെച്ചു. അത് കഴിഞ്ഞാൽ 3 വർഷത്തിന് ശേഷം, അപ്പോൾ 3 വർഷത്തിന് ശേഷം എന്ന് പറയുന്ന കാലഘട്ടം കൂടി നമ്മൾ എഴുതി വെച്ചു. ഇനി അംശബന്ധം ആയതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി എളുപ്പമായെന്നർത്ഥം. മടങ്ങിരട്ടിയൊക്കെ ആണെങ്കിൽ ഒരാളെ 1 എന്നൊക്കെ വെക്കണം. പക്ഷേ മക്കളെ അംശബന്ധമാണെങ്കിൽ 1 നോക്കേണ്ട ആവശ്യമില്ല. തന്നിരിക്കുന്ന അംശബന്ധം അതുപോലെ അങ്ങ് വെച്ചാൽ മതി. തന്നിരിക്കുന്ന അംശബന്ധം അതുപോലെ കൊണ്ടങ്ങ് വെക്കുക. അതുപോലെ കൊണ്ടങ്ങ് വെക്കുക. ഒരെണ്ണം 4 5 ഇതാണ്ടേ, കൃത്യമായിട്ട് 4 5 വെച്ചു. 3 വർഷത്തിന് ശേഷം 5 6 ആണ്ടേ, 3 വർഷത്തിന് ശേഷം 5 6 എന്ന് വെച്ചു. ഇനി എന്തോ ചെയ്യണം? മുകളിൽ കിടക്കുന്ന 2 സംഖ്യകളുടെ കൂടെ മാത്രം എക്സ് കൊടുക്കുക. മുകളിൽ കിടക്കുന്ന 2 സംഖ്യകളുടെ കൂടെ മാത്രം എക്സും കൊടുത്തു. ഇനി ആ എക്സ് കണ്ടുപിടിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത്, എക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നത്. ഇടതുവശത്ത് കിടക്കുന്ന സംഖ്യകൾ കൂട്ടുക. ഇവിടെ 2 ഇവിടെ 3 കൂട്ടുമ്പോൾ 5. സെറ്റല്ലേ? താഴെയുള്ള 2 സംഖ്യകൾ തമ്മിൽ കുറയ്ക്കുക. 5 ന്ന് 6 കുറച്ചാല് മക്കളെ 5 ന്ന് 6 കുറച്ചാൽ -1. 5 ന്ന് 6 കുറച്ചാൽ -1 ഡിവൈഡഡ് ബൈ 4 × 6 24. 5 × 5 25. 24 ന്ന് 25 കുറയ്ക്കണം. 24 ന്ന് 25 കുറച്ചാൽ -1 എന്ന് വരും. 24 ന്ന് 25 കുറച്ചാൽ -1 അല്ലേ?
താഴെ കിടക്കുന്ന -1 മേളിൽ കിടക്കുന്ന -1 കൂടെ കട്ട് ചെയ്താൽ എക്സിന്റെ വില നമുക്ക് 5 എന്ന് കിട്ടും. എക്സിന്റെ വില 5 കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം? എവിടെയാണോ എക്സ് കിടക്കുന്നത് അവിടേക്ക് കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ 4x എന്ന് പറഞ്ഞാൽ 4 × 5 20 അല്ലേ? ആണ്. 5x എന്ന് പറഞ്ഞാൽ 5 × 5 25 അല്ലേ? ആണ്. അങ്ങനെ ഒരു കാര്യം ഉറപ്പായി, 2 വർഷം മുമ്പ് സുഭാഷിന്റെ വയസ്സ് 20, 2 വർഷം മുമ്പ് 20 ആണെങ്കിൽ ഇപ്പൊ എത്ര ആയിരിക്കും? എടാ, നിങ്ങൾക്ക് 2 വർഷം മുമ്പ് 20 വയസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? 22 അല്ലേ? അപ്പൊ 2 വർഷം മുമ്പ് സുഭാഷിന്റെ വയസ്സ് 20 ആണെങ്കിൽ സുഭാഷിന്റെ ഇപ്പോഴത്തെ വയസ്സ് 22 എന്ന് എഴുതി അവസാനിപ്പിക്കാം. സെറ്റ്. 2 വർഷം മുമ്പ് പ്രണവിന്റെ വയസ്സ് 25 ആണെങ്കിൽ 2 വർഷം മുമ്പ് 25 ആണെങ്കിൽ ഇപ്പൊ 25ഉം 2ഉം ഇപ്പോഴത്തെ പ്രണവിന്റെ വയസ്സ് 27 ആണെന്ന് മനസ്സിലായി. ചോദിച്ചത് പ്രണവിന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര, പ്രണവിന്റെ ഇപ്പോഴത്തെ പ്രായം എത്ര? പ്രണവിന്റെ ഇപ്പോഴത്തെ വയസ്സ് 27, 27. അതായത് ഓപ്ഷൻ ഡി ആയിരുന്നു അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോ ചുരുക്കി പറഞ്ഞാല് മടങ്ങ് വന്നാലും ഇരട്ടി വന്നാലും അംശബന്ധം വന്നാലും ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് ചെയ്തുകൊണ്ട് ആൻസറിലേക്ക് എത്തുവാൻ സാധിക്കും. ഇതാണ് ഐഡിയ. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ എപ്പോഴും പരീക്ഷയ്ക്ക് മടങ്ങും ഇരട്ടിയും അംശബന്ധവും മാത്രമേ വരുത്തുള്ളൂ എന്നൊരു സംശയം നിങ്ങൾക്ക് വന്നില്ലേ? അല്ലടാ, അല്ലാതെയും ചോദ്യങ്ങൾ വരാം. അപ്പൊ അത്തരത്തിൽ വരുന്ന ചോദ്യങ്ങൾ കൂടി നമ്മൾ പഠിക്കണം. അപ്പൊ നമുക്ക് അടുത്ത ഒരു പ്രീവിയസ് ചോദ്യം നോക്കാം. ഇതാണ്ടേ, RRB ഗ്രൂപ്പ് ഡി 18/9/2022 രണ്ടാമത്തെ ഷിഫ്റ്റിൽ ചോദിച്ച വയസ്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത്. വായിക്ക്. ഹൃദേശിന് മോഹിത്തിനേക്കാൾ 12 വയസ്സ് കൂടുതലാണ്. 12 മടങ്ങല്ല, 12 കൂടുതലാണെന്നാ പറഞ്ഞിരിക്കുന്നത്. പോട്ടെ, 17 വർഷം മുമ്പ് ഹൃദേശിന്റെ പ്രായം മോഹിത്തിന്റെ പ്രായത്തിന്റെ 4 ഇരട്ടി ആയിരുന്നു. പോട്ടെ, 4 ഇരട്ടി. അവിടെ പക്ഷെ ഇരട്ടിയാണോ? അല്ലല്ലോ. രണ്ടിടത്തും സെറ്റ് ആയിരിക്കണം. രണ്ടിടത്തും ഇരട്ടി അല്ലെങ്കിൽ മടങ്ങ് അല്ലെങ്കിൽ അംശബന്ധം ആണെങ്കിൽ മാത്രമേ പഴയ മെത്തേഡ് വഴി നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ നമ്മൾ സാധാരണ പണ്ടൊക്കെ ചെയ്യുന്ന എക്സ് ഒക്കെ വെച്ച് ചെയ്യത്തില്ലേ? അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 2 മടങ്ങാണെന്ന് പറയുമ്പോൾ അച്ഛന്റെ വയസ്സ് എക്സ് എന്ന് എടുത്തു, മകന്റെ 2 മടങ്ങായതുകൊണ്ട് 2x എന്നൊക്കെ പറഞ്ഞ് ചെയ്യത്തില്ലേ? അതേ മെത്തേഡ് തന്നെ ചെയ്യണം, അല്ലാതെ വേറെ നിവൃത്തിയില്ല. അപ്പോൾ മടങ്ങ് ഇരട്ടി അംശബന്ധമാണെങ്കിൽ എളുപ്പ വഴി ഉണ്ട്. ഇല്ലെങ്കിൽ എക്സ് വെച്ചുകൊണ്ട് പ്രോബ്ലം വൃത്തിയായിട്ട് ഭംഗിയായിട്ട് ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്നത് 2 വ്യക്തികളാണ്. ഒരുത്തന്റെ പേര് ഹൃദേശാണ്, മറ്റവന്റെ പേര് മോഹിത് എന്നാണ്. ആണോ? കാലഘട്ടങ്ങൾ കിടക്കുന്നത് ഹൃദേശിന് മോഹിത്തിനേക്കാൾ 12 വയസ്സ് കൂടുതലാണെന്നാ പറയുന്നത്. എപ്പോഴാണെന്ന് പറഞ്ഞിട്ടില്ല. എപ്പോഴാണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഇപ്പോഴാണെന്ന് അർത്ഥം. അപ്പൊ ഇപ്പോ 12 കൂടുതലാ. ഇപ്പോൾ 12 കൂടുതലാ. അപ്പൊ ഇപ്പൊ 12 കൂടുതലാണ്. 17 വർഷം മുമ്പോ ഇരട്ടിയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന 2 കാലഘട്ടങ്ങൾ, ഒരെണ്ണം ഇപ്പോഴത്തെ കാര്യം പറഞ്ഞിട്ടുണ്ട്, പിന്നെ പറയുന്നത് 17 വർഷം മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. നമുക്ക് എപ്പോഴും പാസ്റ്റ് നമ്മൾ ആദ്യം പറയുന്നതല്ലേ ഭംഗി? കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഭംഗി അങ്ങനല്ലേ? അപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്ന 2 കാലഘട്ടങ്ങൾ, ഒരെണ്ണം 17 വർഷം മുമ്പത്തെ കാര്യം പറഞ്ഞിട്ടുണ്ട്, 17 വർഷം മുമ്പുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്, പിന്നെ പറയുന്നത് ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. പോട്ടെ, നമുക്ക് കാര്യം സെറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തത് എന്തായിരുന്നു? നേരത്തെ ആൾക്കാരുടെ പേര് സൈഡിലേക്ക് എഴുതി കാലങ്ങൾ താഴോട്ട് എഴുതുകയല്ലേ ചെയ്തത്. ഇവിടെ അങ്ങനല്ല. ഇവിടെ നമ്മൾ നേരെ തിരിച്ചാ ചെയ്യാൻ പോകുന്നത്. അതായത് കാലങ്ങൾ സൈഡിലോട്ട് എഴുതുക, ആൾക്കാരുടെ പേര് താഴോട്ട് എഴുതുക എന്ന് ചെയ്യണം. അപ്പൊ ആൾക്കാർ ആരൊക്കെയാ? നമ്മുടെ ഹൃദേശ്, നമ്മുടെ മോഹിത്ത് മോനും ഉണ്ട് അല്ലെ? നമ്മുടെ ഹൃദേശ് ഉണ്ട്, മോഹിത്തും ഉണ്ട്. ഓക്കെ, സെറ്റ് ചെയ്തു. ഇവന്മാരെ ഒരുത്തനെ ഹൃദേശ്, ഒരുത്തനെ മോഹിത്ത്. കാലങ്ങള് സൈഡിലോട്ട് എഴുതണം. ഏതൊക്കെയാ കാലങ്ങള്? ഒരെണ്ണം 17 വർഷം മുമ്പ്,
ഒരെണ്ണം 17 വർഷം മുമ്പ്, ഒരെണ്ണം ഇപ്പോൾ 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 ഇനി ഏതെങ്കിലും ഒരു കണ്ടീഷൻ മാത്രം ഉപയോഗിച്ച് ഈ ടേബിൾ നിങ്ങൾ പൂരിപ്പിക്കണം മക്കളെ. 2 കണ്ടീഷൻ ഉണ്ടടാ. ഒരെണ്ണം 12 കൂടുതലാണെന്ന് പറയുന്ന ഒരെണ്ണം കിടപ്പുണ്ട്, മറ്റത് 4 ഇരട്ടി കിടപ്പുണ്ട്. ഏതെങ്കിലും ഒരെണ്ണമേ എടുക്കാവുള്ളേ ടേബിൾ പൂരിപ്പിക്കാന്. ഏതെങ്കിലും ഒരു കണ്ടീഷൻ മാത്രം ഉപയോഗിച്ച് ടേബിൾ പൂരിപ്പിക്കണം. രണ്ടും കൂടെ എടുക്കരുത്. ഏതെങ്കിലും ഒരു കണ്ടീഷൻ മാത്രം ഉപയോഗിച്ച് ടേബിള് ഭംഗിയായിട്ട് പൂരിപ്പിക്കണം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. 17 വർഷം മുമ്പ് 4 ഇരട്ടി എന്നല്ലേ പറയുന്നത്, അല്ലേ? 17 വർഷം മുമ്പ് 4 ഇരട്ടി അല്ലായിരുന്നോ? അതിൽ പിടിക്കാം, അതിലങ്ങേറി പിടിച്ചു. അപ്പോൾ 17 വർഷം മുമ്പ് ഹൃദേശിന്റെ വയസ്സ് മോഹിത്തിന്റെ 4 ഇരട്ടി. അപ്പൊ മോഹിത്തിന് നമുക്ക് എക്സ് എന്ന് എടുക്കാം. മോഹിത്ത് എക്സ് ആണെങ്കിൽ ഹൃദേശ് 4 മടങ്ങ്. 4 മടങ്ങ് എന്ന് പറഞ്ഞാൽ 4x. 4 മടങ്ങ് എന്ന് പറഞ്ഞാൽ 4x. എപ്പോഴാ? 17 വർഷം മുമ്പുള്ള കാര്യമാണ്. 17 വർഷം മുമ്പ് ഒരാളുടെ വയസ്സ് 4x ആണെങ്കിൽ ഇപ്പോഴത്തെ അവന്റെ വയസ്സ് എത്ര? അതിന്റെ കൂടെ 17 കൂട്ടിയാൽ പോരെ? പോരെ? 17 വർഷം മുമ്പ് ഒരാളുടെ വയസ്സ് എത്രയാണോ അതിന്റെ കൂടെ 17 കൂട്ടുവാണെങ്കിൽ ഇപ്പോഴത്തെ വയസ്സ് കിട്ടത്തില്ലേ? അപ്പോൾ 17 വർഷം മുമ്പ് 4x ആണെങ്കിൽ ഇപ്പോഴത്തെ വയസ്സെന്ന് പറഞ്ഞാൽ 4xന്റെ കൂടെ 17 കൂട്ടിയാൽ പോരെ? 4xന്റെ കൂടെ 17 കൂട്ടിയാൽ മതി. 17 വർഷം മുമ്പ് എക്സ് ആണെങ്കിലോ 17 വർഷം മുമ്പ് എക്സ് ആണെങ്കിലോ 17 വർഷം മുമ്പ് എക്സ് ആണെങ്കിൽ ഇപ്പോഴത്തെ കണ്ടുപിടിക്കാൻ എക്സിന്റെ കൂടെ 17 കൂട്ടുക. എക്സിന്റെ കൂടെ 17 കൂട്ടിയാൽ മതി. അങ്ങനെ ടേബിൾ പൂരിപ്പിച്ചു. ചോദ്യകർത്താവ് പറയുന്നു ഇപ്പോൾ ടേബിൾ പൂരിപ്പിച്ചു. ഇപ്പോൾ ഹൃദേശിന്റെ വയസ്സെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹൃദേശിന്റെ വയസ്സ്, അതായത് താണ്ടേ ഈ സാധനം എന്ന് പറയുന്നത്, അതായത് അതുപോലെ അങ്ങ് എഴുതുക. ഈ സാധനം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു മോഹിത്തിനേക്കാൾ 12 കൂടുതൽ. മോഹിത്തിന് എത്ര ഉണ്ടോ അതിന്റെ കൂടെ 12 കൂട്ടണം. മോഹിത്തിന് എക്സ് പ്ലസ് 17 അല്ലേ, അതിന്റെ കൂടെ 12 കൂട്ടണം എന്നാണ് പറഞ്ഞത്. ഒന്നും കൂടെ പറയാം, അത് നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ല. ഒന്നും കൂടെ നോക്കിക്കോ. ആദ്യം പറഞ്ഞ സെന്റൻസ് പിടിക്കുക. ഹൃദേശിന് ഇപ്പോൾ ഹൃദേശിന്റെ വയസ്സ്, അതായത് ഈ സാധനം, ആ സാധനം എന്ന് പറയുന്നത് മോഹിത്തിനേക്കാൾ 12 കൂടുതലാണ്. മോഹിത്തിൻ്റെത് ഈ സാധനം, അതിനേക്കാൾ 12 കൂടുതലാണെന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ 12 കൂട്ടുക. സെറ്റ്. സോ അങ്ങനാണെങ്കിൽ 4x പ്ലസ് 17 ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 17ഉം 12ഉം കൂടെ കൂട്ടിയാൽ എടാ കുഞ്ഞുങ്ങളെ 29 അല്ലേ? ഓക്കെ. ആ കിടക്കുന്ന എക്സിനെ ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ സ്വാഭാവികമായിട്ട് മൈനസ് ആയില്ലേ? ഇവിടെ ഓൾറെഡി 4x ഇല്ലേ? 4xന്ന് എക്സ് കുറച്ച എത്ര? അപ്പൊ നമ്മൾ പറയും 3x എന്ന് പറയും. 4xന്ന് എക്സ് കുറച്ച എത്ര? 3x. ഇനി പകരം ഈ കിടക്കുന്ന 17 അപ്പുറത്ത് പോട്ടെ. അപ്പോൾ ഇവിടെ കിടക്കുന്ന 17നെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ മൈനസ് ആയി. 29ന്ന് 17 കുറച്ച എത്ര വരും? 29ന്ന് ഈ കിടക്കുന്ന 17 അപ്പുറത്ത് പോയാൽ 29ന്ന് 17 കുറച്ചാൽ 12 അല്ലേ? അങ്ങനെ 3xന്റെ വില 12 ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 12/3 4 വന്നില്ലേ? എക്സിന്റെ വില 4 കിട്ടി. ചോദിച്ചത് മോഹിത്തിന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര എന്നാണ് ചോദിച്ചത്. ചോദ്യം എന്തായിരുന്നു? മോഹിത്തിന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര എന്നായിരുന്നു ചോദ്യം. നമുക്കറിയാം എടാ മോഹിത്തിന്റെ ഇപ്പോഴത്തെ വയസ്സെന്ന് പറഞ്ഞാല് എക്സ് പ്ലസ് 17 അല്ലേ? മോഹിത്തിന്റെ ഇപ്പോഴത്തെ വയസ്സെന്ന് പറഞ്ഞാല് എക്സ് പ്ലസ് 17 ആണ്. എക്സിന്റെ വില 4 ആണ്. എക്സിന്റെ വില 4 ആണെങ്കിൽ എക്സ് പ്ലസ് 17 എന്ന് പറഞ്ഞാല് 4ന്റെ കൂടെ 17 കൂട്ടുക. 4ന്റെ കൂടെ 17 കൂട്ടിയാല് 4ന്റെ കൂടെ 17 കൂട്ടിയാല് 4ന്റെ കൂടെ 17 കൂട്ടിയാൽ 21 അല്ലേ? 21. ആൻസർ 21. ഓപ്ഷൻ ഡി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. ഇത്രേ ഉള്ളൂ പരിപാടി.
ഇങ്ങനെയാണ് ഈ ചോദ്യം ചെയ്ത് അവസാനിപ്പിക്കേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചോദ്യം ചെയ്തെടുക്കാൻ സാധിക്കും. പഴയ മെത്തേഡ് ചെയ്യാൻ സാധിക്കത്തില്ല. 2 കണ്ടീഷൻ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് തരും. രണ്ടും മടങ്ങിരട്ടി അംശബന്ധമാണെങ്കിൽ അതുപോലെ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ എക്സ് വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു കണ്ടീഷൻ എടുത്ത് ടേബിൾ പൂരിപ്പിക്കുക. രണ്ടാമത്തെ കണ്ടീഷൻ നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഈ പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ക്ലാസ്സിൽ പറഞ്ഞ് നമ്മൾ അവസാനിപ്പിച്ചത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പതിയെ പോകാം. ദാ പിടിച്ചു അടുത്ത ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ. 17/8/2022 മൂന്നാമത്തെ ഷിഫ്റ്റിൽ ചോദിച്ച ചോദ്യം. ഗ്രൂപ്പ് ഡി ക്വസ്റ്റ്യൻ തന്നെയാണ്. ഞാൻ ഈ പറയുന്ന ഓരോ ചോദ്യങ്ങളും വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അരുണയ്ക്ക് ഒരു ഇളയ സഹോദരി ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അരുണ മൂത്തതല്ലേ? അരുണയ്ക്കൊരു ഇളയ സഹോദരി ഉണ്ടെന്ന് പറയുമ്പോൾ അരുണെ നമുക്ക് മേളി വെക്കാം. അരുണയ്ക്കൊരു ഇളയ സഹോദരി ഉണ്ട്, പ്രായം കുറഞ്ഞ ഒരു സഹോദരി ഉണ്ട്. അവളുടെ പ്രായം അരുണയുടേതിനേക്കാൾ 8 കുറവാണ്. അപ്പൊ അരുണയ്ക്കൊരു ഇളയ സഹോദരി ഉണ്ട്. ഈ ഇളയ സഹോദരിയുടെ പ്രായം അരുണയുടേതിനേക്കാൾ 8 കുറവാണ്. 8 കുറവാണ്. അരുണയുടെ സഹോദരിയുടെ പ്രായം 18. സഹോദരിക്ക് 18 ആണെങ്കിലേ അരുണയുടെ പ്രായം എത്ര എന്നല്ല ചോദ്യം. അരുണേക്കാൾ 8 കുറവാണ് സഹോദരിക്ക്, അല്ലെങ്കിൽ സഹോദരിയേക്കാൾ 8 കൂടുതലാണ് അരുണയ്ക്ക്. 8 കൂടുതലാണ് അരുണയ്ക്ക്. അപ്പോൾ 18ന്റെ കൂടെ 8 കൂട്ടിയാൽ എത്ര? 26 അല്ലേ? അപ്പോൾ അരുണയുടെ വയസ്സ് 26 അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു പരീക്ഷയ്ക്ക് നമ്മുടെ മുമ്പിൽ ചോദിച്ചത്. വളരെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്ടേ. ചോദ്യം ശ്രദ്ധിച്ചു വായിച്ചോണം. കോഹ്ലി രോഹിത്തിനേക്കാൾ 3 വയസ്സ് കുറവാണ്. കൊള്ളാമല്ലോ. 3 വയസ്സ് കുറവാണെന്ന് പറയുമ്പോഴേ നിങ്ങൾ ആലോചിച്ചോണം, നമുക്ക് എളുപ്പ വഴിയില്ല. ചോദ്യം പതിയെ ചെയ്തു പഠിച്ചാലേ കിട്ടത്തുള്ളൂ. പോട്ടെ. കോഹ്ലിയുടെയും രോഹിത്തിന്റെയും വയസ്സുകൾ 7 അംശബന്ധം 8. അപ്പൊ നിങ്ങൾ വിചാരിക്കും സാറേ ഒരെണ്ണം അംശബന്ധമാണല്ലോ. പറ്റത്തില്ലടാ. 2 അംശബന്ധമാണെങ്കിൽ ഓക്കെ, പക്ഷെ ഒരെണ്ണം നടന്നൊരു കാര്യമില്ല. 7 അംശബന്ധം 8 എന്ന അനുപാതത്തിലാണെങ്കിൽ കോഹ്ലിയുടെ ഇപ്പോഴത്തെ പ്രായം എത്ര? അപ്പോൾ കോഹ്ലിയും രോഹിത്തിനേക്കാൾ 3 വയസ്സ് കുറവാണ്. ഇപ്പോൾ 3 വയസ്സ് കുറവാണ്. കോഹ്ലിയുടെയും രോഹിത്തിന്റെയും വയസ്സുകൾ 7 അംശബന്ധം 8. അപ്പൊ ഇവിടെ ഒരേ കാലഘട്ടത്തിൽ, അതായത് ഇപ്പോഴത്തെ കാര്യം തന്നെ 2 രീതിയിൽ പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് രണ്ടാമതൊരു കാലഘട്ടത്തിലേക്ക് പോകുന്നില്ല. അതായത് ഇപ്പോഴത്തെ കാര്യം തന്നെയാണ് പറയുന്നത്. ഇപ്പോഴത്തെ കാര്യം തന്നെയാണ് പറയുന്നത്. 7 അംശബന്ധം 8 എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ്. 3 വയസ്സ് കുറവാണെന്ന് പറയുന്നതും ഇപ്പോഴത്തെ കാര്യം തന്നെയാണ്. സോ അങ്ങനെയാണെങ്കിൽ ഇതാണ് കോഹ്ലി, ഇതാണ് രോഹിത്. ഇപ്പോഴത്തെ അംശബന്ധം 7 അംശബന്ധം 8 എഴുതി വെച്ചു. 7 അംശബന്ധം 8 അതുപോലെ തന്നെ എഴുതി വെച്ചു. ചോദ്യകർത്താവ് പറയുന്നുണ്ട് 3 വയസ്സ് ഇപ്പോഴുള്ള കാര്യം തന്നെയാണ് 3 കുറവാണെന്ന് പറയുന്നത്. അപ്പോ കോഹ്ലിയുടെ വയസ്സെന്ന് പറഞ്ഞാല് 7 റേഷ്യോ ആണെന്ന് എടുക്കാം അല്ലെ? കോഹ്ലിക്ക് എത്ര? അപ്പൊ 7 റേഷ്യോ അല്ലെ? കോഹ്ലിയുടെ വയസ്സെന്ന് പറഞ്ഞാൽ 7 റേഷ്യോയും രോഹിത്തിന്റെ വയസ്സെന്ന് പറഞ്ഞാല് 8 റേഷ്യോയും ആണെന്ന് നമുക്ക് മനസ്സിലായി. വ്യത്യാസം 3 കുറവാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 3 കുറവാണെന്ന് പറഞ്ഞാല് കോഹ്ലി എന്ന് പറയുന്നവൻ രോഹിത്തിനേക്കാൾ 3 വയസ്സ് കുറവാണെന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം രോഹിത്തിനാണ് വയസ്സ് കൂടുതൽ. ആരെക്കായാലും? കോഹ്ലിയേക്കായാലും അല്ലെ? കോഹ്ലിക്ക് കുറവാണെന്ന് പറഞ്ഞാൽ രോഹിത്തിന് കൂടുതലല്ലേ അർത്ഥം ആണ്. അങ്ങനാണെങ്കിൽ ഇവിടെ ചോദ്യകർത്താവ് നമ്മൾ കാണുമ്പോഴേ അറിയാം രോഹിത്തിന് കൂടുതലാ. എത്ര കൂടുതലാ? 1 റേഷ്യോ കൂടുതലാ അല്ലേ? കോഹ്ലിക്ക് 7 റേഷ്യോ, രോഹിത്തിന് 8 റേഷ്യോ. അപ്പൊ ആർക്കാ കൂടുതൽ? രോഹിത്തിന്. എത്ര കൂടുതലാ? 1 റേഷ്യോ കൂടുതലാ. എത്ര കൂടുതലാ? 1 റേഷ്യോ കൂടുതലാ. അല്ലെങ്കിൽ കോഹ്ലിക്ക് 1 റേഷ്യോ കുറവാ.
അല്ലേ? കോഹ്ലിക്ക് ഒരു റേഷ്യോ കുറവാണ്. അപ്പൊ കുറവ് എന്ന് പറയുന്നത് ഒരു റേഷ്യോയാണ്. കുറവെന്ന് പറയുന്നത് ഒരു റേഷ്യോയാണ്. ആ കുറവ് തന്നിട്ടുണ്ട് 3. കുറവെന്ന് പറയുന്നത് ഒരു റേഷ്യോ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3. കുറവെന്ന് പറയുന്നത് ഒരു റേഷ്യോയാണ്. അതിവിടെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട് 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ 3 ആണെന്ന് മനസ്സിലായി. എടാ മക്കളെ, ഒരു റേഷ്യോ 3 ആണെങ്കിൽ ചോദ്യം ചോദിച്ചത് കോഹ്ലിയുടെ പ്രായം എത്ര എന്നാ ചോദ്യം. കോഹ്ലിയുടെ പ്രായം എന്ന് പറയുന്നത് 7 റേഷ്യോയാണ് അല്ലേ? അപ്പോൾ 7 റേഷ്യോ എത്രയാണെന്നാണ് ചോദ്യം. നമുക്കറിയാം ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ 3. ഒരു റേഷ്യോ 3 ആണെങ്കിൽ 7 റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒരു റേഷ്യോ 3 ആണെങ്കിൽ 7 റേഷ്യോ എന്ന് പറഞ്ഞാല് 7 × 3 21 അല്ലേ? അപ്പോൾ 21 ആയിരുന്നു അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. സിമ്പിൾ ആൻസർ 21 എന്ന് എഴുതി അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. വളരെ സിമ്പിൾ ചോദ്യം. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ചോദ്യമാണ് ക്ലാസ്സിലെ ഇപ്പോൾ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ദാ പിടിച്ചോ മക്കളെ, ദാ പിടിച്ചോ. ചോദ്യം ഇതാണ്. പിയുടെ തല കറങ്ങും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ. 8/9/2022 ചോദിച്ച ചോദ്യമാണ്. ഒന്ന് വായിച്ചു നോക്കിയേ. പിയുടെ ഇപ്പോഴത്തെ വയസ്സിന്റെ 3 ഇരട്ടി ക്യൂവിന്റെ ഇപ്പോഴത്തെ പ്രായത്തേക്കാൾ 25 വർഷം കൂടുതലാണ്. 10 വർഷത്തിന് ശേഷം ക്യൂവിന്റെ ഇരട്ടി പ്രായം പിയുടെ പ്രായത്തിന്റെ 3 ഇരട്ടിയേക്കാൾ 18 വർഷം കുറവാണെങ്കിൽ ക്യൂവിന്റെ ഇപ്പോഴത്തെ പ്രായം എത്ര? ഇത് വായിക്കുമ്പോഴേ നമ്മുടെ തല കറങ്ങും അല്ലേ? പക്ഷെ ചെയ്തെടുക്കാൻ എളുപ്പമാണ്. ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരും. ചെയ്തു പഠിച്ച ഉദ്യോഗാർത്ഥിയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ചെയ്യും. ചെയ്ത് പഠിക്കാത്തവന് സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ചെയ്ത് പഠിച്ച് ആ ഒരു വൈബിലേക്ക് നിങ്ങൾ എത്തണം എന്ന് പറഞ്ഞതിന്റെ കാരണം അതാണ്. മക്കളെ, അത് ചെയ്തു തന്നെ പഠിക്കണം. സോ ഇവിടെ പി ഉണ്ട്, ക്യൂ ഉണ്ട്. പിയുടെ ഇപ്പോഴത്തെ വയസ്സ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ദാ പിടിച്ചോ. ഇപ്പോഴേ നമുക്ക് ആരാ ഉള്ളത്? പി ഉണ്ട്, ക്യൂ ഉണ്ട്. പി ഉണ്ട്, അതേപോലെ ക്യൂവും ഉണ്ട്. ചോദ്യകർത്താവ് പറയുന്നു പിയുടെ ഇപ്പോഴത്തെ വയസ്സിന്റെ 3 ഇരട്ടി. അതെന്ത് പറയുന്നത്? ക്യൂവിന്റെ ഇപ്പോഴുള്ള പ്രായത്തിനേക്കാൾ 25 കൂടുതലാണെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. പിയുടെ ഇപ്പോഴത്തെ വയസ്സ് എക്സ് എന്ന് അങ്ങ് എടുക്കാം. ക്യൂവിന്റെ ഇപ്പോഴത്തെ വയസ്സ് നമുക്ക് വൈ ആണെന്ന് അങ്ങ് എടുക്കാം. അറിയില്ലാത്തത് കൊണ്ടാണ്. ചോദ്യകർത്താവ് പറയുന്നു പിയുടെ ഇപ്പോഴത്തെ വയസ്സിന്റെ 3 ഇരട്ടി. പിയുടെ ഇപ്പോഴത്തെ വയസ്സെന്ന് പറഞ്ഞാൽ എക്സ് അല്ലേ മക്കളെ? എടാ അതിന്റെ 3 ഇരട്ടി. അപ്പൊ എക്സിന്റെ 3 ഇരട്ടി എന്ന് പറഞ്ഞാൽ എക്സിനെ 3 കൊണ്ട് ഗുണിച്ചാൽ 3x അല്ലേ? ആണ്. പിയുടെ ഇപ്പോഴത്തെ വയസ്സിന്റെ 3 ഇരട്ടി. ക്യൂവിന്റെ ഇപ്പോഴത്തെ പ്രായത്തെക്കാൾ 25 കൂടുതലാ. ക്യൂവിന്റെ ഇപ്പോഴത്തെ പ്രായം വൈയാ. അതിനേക്കാൾ 25 കൂടുതലാണെങ്കിൽ വൈയുടെ കൂടെ 25 കൂട്ടിയാൽ മതി എന്നാണ് അതിന്റെ മീനിങ്. പിയുടെ ഇപ്പോഴത്തെ വയസ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇപ്പോഴത്തെ വയസ്സിന്റെ 3 മടങ്ങ്. ഇപ്പോഴത്തെ വയസ്സിന്റെ 3 മടങ്ങ് എന്ന് പറയുന്നത് ക്യൂവിന്റെ ഇപ്പോഴുള്ള പ്രായത്തിനേക്കാൾ 25 കൂടുതലാണ്. നമ്മൾ വൃത്തിയായിട്ട് അങ്ങ് എഴുതി വെച്ചു. അടുത്ത സെന്റൻസ് നമുക്ക് വായിക്കാം. അടുത്ത സെന്റൻസ് പറഞ്ഞിരിക്കുന്നത് 10 വർഷത്തിന് ശേഷം ക്യൂവിന്റെ ഇരട്ടി പ്രായം. 10 വർഷത്തിന് ശേഷം ക്യൂവിന്റെ വയസ്സെന്ന് പറഞ്ഞാൽ y+10 ആണ്. അതിന്റെ ഇരട്ടി, അതായത് അതിനെ 2 കൊണ്ട് ഗുണിക്കുക. അതായത് ഈ സാധനത്തിന് നിങ്ങൾ 2 കൊണ്ട് ഗുണിക്കണം. y+10നെ 2 കൊണ്ട് ഗുണിക്കുക. ആ സാധനം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 10 വർഷത്തിന് ശേഷം ക്യൂവിന്റെ ഇരട്ടി പ്രായം, അതായത് ഈ സാധനത്തിന്റെ ഡബിൾ ഇരട്ടി എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു പിയുടെ പ്രായത്തിന്റെ 3 ഇരട്ടി. അതായത് 10 വർഷത്തിന് ശേഷമുള്ള ക്യൂവിന്റെ ഇരട്ടി, ക്യൂവിന്റെ വയസ്സിന്റെ ഇരട്ടി എന്ന് പറയുന്നത് പിയുടെ
മൂന്നിരട്ടിയേക്കാൾ 18 കുറവാ. ഇതിന്റെ മൂന്നിരട്ടി എടുക്കുക, 18 കുറയ്ക്കുക. ഇതിന്റെ മൂന്നിരട്ടി എന്ന് പറഞ്ഞാല് ഈ സാധനത്തിനെ 3 കൊണ്ട് ഗുണിക്കുക. മൂന്നിരട്ടി എടുത്തിട്ട് 18 കുറയ്ക്കണം എന്ന് പറഞ്ഞു, നമ്മൾ 18 കുറച്ചു. അതുപോലെ തന്നെ എഴുതി വെച്ചു. 18 കുറയ്ക്കാൻ പറഞ്ഞു, 18 എഴുതി വെച്ചു. ഇനി അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തേ. ഇവിടെ 2 അകത്തോട്ട് ഗുണിച്ച 2y പ്ലസ് 2 × 10 20 വരും. 3 അകത്തോട്ട് ഗുണിച്ച 3x 3 × 10 30 മൈനസ് 18 അതുപോലെ തന്നെ എഴുതി വെച്ചു. ഇവിടെ മക്കളെ താണ്ടാ ഇവിടെ 30 ന്ന് 18 കുറച്ച എത്ര? 30 ന്ന് 18 കുറച്ചാൽ 12 അല്ലേ? ആ 12നെ ഇപ്പുറത്ത് കൊണ്ടുപോവാ. സ്വാഭാവികമായിട്ടും ഇവിടെ കിടക്കുന്ന 12 അതിനെ ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ മൈനസ് ആയി. ഇവിടെ ഓൾറെഡി 20 കിടപ്പുണ്ട്. 20 മൈനസ് 12, 20 ന്ന് 12 കുറച്ച 8 ആണ്. അപ്പോൾ 3x = 2y + 8 എന്ന് വരും. 30 ന്ന് 18 കുറച്ച 12, ആ 12 ഇപ്പുറത്ത് വന്നാല് 20 മൈനസ് 12 8 എന്ന് വരും. 2y + 8 എന്ന് പറഞ്ഞാൽ 3x ആണെന്ന് മനസ്സിലായി. ഇനി നിങ്ങൾ നോക്കിക്കേ, 2 ഇക്വേഷൻ 3x = y + 25, 3x = 2y + 8. 2 ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡ് തുല്യമാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് റൈറ്റ് സൈഡും തുല്യമായിരിക്കത്തില്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ y + 25 ആണ്. ഇവിടുത്തെ റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ 2y + 8 ആണ്. ഇനി ഈ y അപ്പുറത്ത് പോയാൽ സ്വാഭാവികമായിട്ട് മൈനസ് ആയി. അവിടെ ഓൾറെഡി 2y കിടപ്പുണ്ട്. 2y ന്ന് 1y പോയാൽ y എന്ന് വരും. ഇനി 8 ഇപ്പുറത്ത് വന്നാല് 25 ന്ന് 8 കുറയ്ക്കണം. കാരണം +8 ഇപ്പുറത്ത് വന്ന -8 ആയി. 25 ന്ന് 8 കുറച്ചാല് സ്വാഭാവികമായിട്ടും 25 ന്ന് 8 കുറച്ച് കഴിഞ്ഞാല് 17 വരും. 17 8 അല്ലേ 25. വൈയുടെ വില 17 എന്ന് വരും. ചോദ്യം ചോദിച്ചത് ക്യൂവിന്റെ ഇപ്പോഴത്തെ പ്രായം കണ്ടെത്തുക എന്നാണ് പറഞ്ഞത്. ക്യൂവിന്റെ ഇപ്പോഴത്തെ പ്രായം എന്ന് പറയുന്നത് ക്യൂ ഇപ്പോൾ കണ്ടോ y ആണ്. ക്യൂവിന്റെ ഇപ്പോഴത്തെ പ്രായം നമ്മൾ എടുത്തിരിക്കുന്നത് y ആ. സോ വൈയുടെ വില 17 ആയതുകൊണ്ട് നമ്മളുടെ ഉത്തരവും 17 തന്നെയാണ്. ആൻസർ ഓപ്ഷൻ ഡി ആയിരുന്നു. സോ നല്ലപോലെ ഈ ചോദ്യം ഒരിക്കൽ കൂടി ഒന്ന് ചെയ്തു പഠിക്കുക. നല്ല നിലവാരമുള്ള ചോദ്യമാണ്. സോ ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ചെയ്യാനുള്ള കേപ്പബിലിറ്റി എക്സാം ഹാളിൽ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ മുൻ വർഷ ചോദ്യങ്ങൾ ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ ഐഡിയ കിട്ടത്തുള്ളൂ. നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പതിയെ പോകാം. അടുത്തത്, രമ്യ 10 വർഷം മുമ്പാണ് വിവാഹിതയായത്. ഇപ്പോൾ അവളുടെ പ്രായം വിവാഹ സമയത്തെ അവളുടെ പ്രായത്തിന്റെ 1/5 മടങ്ങാണ്. മകളുടെ പ്രായം അവളുടെ ഇപ്പോഴത്തെ പ്രായത്തിന്റെ 10/1. അങ്ങനെയാണെങ്കിൽ മകളുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2 കാലഘട്ടങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒന്ന് വിവാഹ സമയത്തെ കാര്യം പറയുന്നുണ്ട്, പിന്നെ ഇപ്പോഴത്തെ കാര്യം പറയുന്നുണ്ട്. വിവാഹ സമയം എന്ന് പറയുന്നത് 10 വർഷം മുമ്പുള്ള കാര്യമാണ് അല്ലേ? 10 വർഷം മുമ്പാണ് വിവാഹിതയായത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും 10 വർഷം മുമ്പുള്ള ഒരു കാര്യമാണ് ആദ്യം നടക്കുന്നത്. ഇതാണ് മാരേജ്. വിവാഹ സമയം എന്ന് പറയുന്നത് ഇതാണ് മാരേജ്. ഓക്കെ, ആ സമയത്ത് രമ്യ മാത്രമല്ലേ ഉണ്ടാകത്തുള്ളൂ. വിവാഹം കഴിഞ്ഞ് അതിന് ശേഷമാണ് കുട്ടി ഉണ്ടായത്. അപ്പോൾ 10 വർഷം മുമ്പത്തെ കാര്യം പറയുന്നുണ്ട്, പിന്നെ ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. എടാ മക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 10 വർഷം മുമ്പ് ആണ് രമ്യ വിവാഹിതയായത്. അപ്പോൾ ആ സമയത്തെ രമ്യയുടെ വയസ്സ് നമുക്ക് എക്സ് എന്നെടുക്കാം. 10 വർഷം മുമ്പ് രമ്യയുടെ വയസ്സ് എക്സ് ആണെന്ന് കരുതാം. അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പൊ എത്ര ആയിരിക്കും? 10 വർഷം മുമ്പ് ഒരാൾക്ക് എത്ര വയസ്സുണ്ടോ അതിന്റെ കൂടെ 10 കൂട്ടിയാൽ ഇപ്പോഴത്തെ വയസ്സ് കിട്ടത്തില്ലേ? അപ്പൊ ഇപ്പോഴത്തെ വയസ്സെന്ന് പറയുന്നത് x + 10 ആണെന്ന് മനസ്സിലായി. സെറ്റ്.
ഇപ്പോൾ അവളുടെ പ്രായം പറയുന്നു, ഇപ്പോൾ അവളുടെ പ്രായം വിവാഹ സമയത്തെ അവളുടെ പ്രായത്തിന്റെ 1/5 മടങ്ങാണ്. നമുക്കറിയാം ഈ 1/5 കണ്ടാൽ ഇതൊരു മിശ്രഭിന്നമാണ്. അതിനെ ഒന്ന് പിടിച്ചു കുലുക്കുവാണെങ്കിൽ വിഷമ ഭിന്നമാവും. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഛേദം അതുപോലെ തന്നെ എഴുതണം, എന്നിട്ട് ക്രോസ് ആയിട്ട് ഗുണിക്കുക, പഴയ അംശം കൂട്ടുക, അപ്പൊ നമുക്ക് പുതിയ അംശം കിട്ടും. 1ഉം 5ഉം കൂടെ ഗുണിച്ച 5, 5 1 6. അതായത് മക്കളെ 1/5 കണ്ടാല് നമുക്ക് എന്തോന്ന് പറയാം? 6/5 എന്ന് പറയാം. 6/5 എന്ന് പറയാം. 1/5 കണ്ടാൽ 6/5 എന്ന് പറയാം. അപ്പോൾ ചോദ്യകർത്താവ് പറയുന്നു ഇപ്പോൾ അവളുടെ പ്രായം, ഇപ്പോൾ അവളുടെ പ്രായം, അതായത് ഈ സാധനം, ഏത് സാധനം? ആ സാധനം x+10 എന്ന് പറയുന്ന ആ സാധനം ഉണ്ടല്ലോ. ഇപ്പോൾ അവളുടെ പ്രായം, ഇപ്പോൾ അവളുടെ പ്രായം, ദാറ്റ് ഈസ് ഈ സാധനം എന്ന് പറയുന്നത് വിവാഹ സമയത്തെ വയസ്സിന്റെ, വിവാഹ സമയത്തെ വയസ്സ് ഇതാ x, അതിന്റെ 6/5 മടങ്ങാണെന്ന് പറഞ്ഞു നമ്മൾ എഴുതി വെച്ചു. 6/5 മടങ്ങെന്ന് പറഞ്ഞാൽ ഗുണിക്കുക. ഓക്കെ, ഇനി നമ്മൾ നോക്കിക്കോണേ, ഈ 5 ഹരിച്ചുകൊണ്ടിരിക്കുന്ന 5നെ ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ ഗുണനമായിട്ട് മാറും അല്ലെ? ഹരിച്ചുകൊണ്ടിരിക്കുന്ന ഈ 5നെ ഇപ്പുറത്ത് കൊണ്ടുവന്ന ഗുണനമായി. അപ്പൊ സ്വാഭാവികമായിട്ടും ദാണ്ടെ 5 × x+10 = 6 × x 6x എന്ന് വരും. 5 അകത്തോട്ട് ഗുണിച്ച 5x, 5 × 10 50 = 6x എന്ന് വരും. ഈ 5x അപ്പുറത്ത് പോയാൽ മൈനസായി 6x - 5x 1x എന്ന് വരും. അങ്ങനെ 1xന്റെ വില 50 ആണെന്ന് മനസ്സിലായി. എടാ 1xന്റെ വില 50 ആണ്, 1xന്റെ വില 50 ആണെന്ന് പറയുന്നു. ഇനി അവിടെ നിൽക്കട്ടെ. 1xന്റെ വില 50 എന്ന് പറയുമ്പോൾ 10 വർഷം മുമ്പ് രമ്യയുടെ വയസ്സ് 50 ആയിരുന്നു എന്നാണ് അർത്ഥം. ഇപ്പോൾ രമ്യയുടെ വയസ്സ് 50ഉം 10ഉം 60 ആണെന്നാണ് അതിന്റെ അർത്ഥം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഓക്കെ, മകളുടെ പ്രായം അവളുടെ ഇപ്പോഴത്തെ പ്രായത്തിന്റെ 10/1. അതായത് ഇപ്പോഴത്തെ രമ്യയുടെ വയസ്സ് 60 അല്ലേ? 60ന്റെ 10/1 മകളുടെ പ്രായം. 60ന്റെ 10/1 എന്ന് പറഞ്ഞാൽ ഈ 0 ക്യാൻസൽ ആയാൽ 6 എന്ന് വരത്തില്ലേ? ഇതാണ് മകളുടെ വയസ്സ്. ചോദിച്ചത് മകളുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? ഉത്തരം 6 ആണ്. ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. അപ്പൊ ഇത് 26/8/2022 ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇപ്പോൾ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, വയസ്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ചെയ്തു പഠിച്ച സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചാൽ നിങ്ങൾ ഓരോരുത്തരും അത് ചെയ്ത് ആൻസർ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം എന്നുകൂടി ഞാൻ സജസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും ചോദ്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്തു പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഇതാണ്ടേ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കാവുന്നതാണ്. 30/8/2022 നമ്മുടെ രണ്ടാമത്തെ ഷിഫ്റ്റിലെ ഗ്രൂപ്പ് ഡി എക്സാമിന് ചോദിച്ച വളരെ പ്രധാനപ്പെട്ട വയസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് ഞാൻ ഹോംവർക്കായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. ഇത് ചെയ്തിട്ട് ഇതിന്റെ ഉത്തരം നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ കമന്റ് ബോക്സിലേക്ക് ടൈപ്പ് ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ക്ലാസ്സിൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അങ്ങനെ വിവിധ പരീക്ഷകളിലെ, അതായത് RRB ഗ്രൂപ്പ് ഡി പരീക്ഷകളിലെ വിവിധ ഷിഫ്റ്റുകളിലായിട്ട് പല വർഷങ്ങളിൽ ചോദിച്ചു മാറിയ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മുടെ വയസ്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചത്. ഒരു ഹോംവർക്ക് ചോദ്യം കൂടി നിങ്ങൾക്ക് ഇട്ട് തന്നിട്ടുണ്ട്. ഓരോരുത്തരും ചെയ്ത് ആൻസർ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ ഇനി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഓരോ ടോപ്പിക്കുകൾ കമന്റ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അതിന്റെ PYQ സെഷൻസ് ഇതുപോലെ ലെങ്തി ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഒരുപാട് ഫ്രീ ക്ലാസ്സുകൾ തീർച്ചയായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളുടെ എല്ലാ സജഷൻസും നിങ്ങൾ ഈ കമന്റ് ബോക്സിലേക്ക് ടൈപ്പ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകും. അപ്പോൾ വയസ്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള
ആദ്യത്തെ ഒരു സെഷനാണ് ഇത്. ഇതിന്റെ ബാക്കി ഒരു 10-25 ക്വസ്റ്റ്യൻ കൂടി ക്ലാസ്സിലെ ഇതിന്റെ പാർട്ട് 2 ആയിട്ട് ഞാൻ തരുന്നുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. സോ മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടെ പറയുവാനുള്ളത്, ഒക്ടോബർ നവംബറോടുകൂടി നടക്കുന്ന പരീക്ഷകൾക്ക് ഇപ്പോൾ നിങ്ങളുടെ മുമ്പില് ഓഗസ്റ്റ് മാസം സെപ്റ്റംബർ മാസം ഉണ്ടാവും. 2 മാസം നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് 2025 ഈ പ്രധാനപ്പെട്ട ഗ്രൂപ്പ് ഡി പരീക്ഷ നേടിയെടുക്കുവാൻ സാധിക്കും. അങ്ങനെ നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ CCയിലെ ഗ്രൂപ്പ് ഡി പരീക്ഷകൾക്ക് വേണ്ടി മാത്രമായിട്ട് പുതിയ ബാച്ചുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്ഥിരമായിട്ട് ലൈവ് ക്ലാസ്സുകളും അതിൻ്റെ റെക്കോർഡ് ക്ലാസ്സുകളും അതേപോലെ ആപ്പിലേക്കുള്ള റെക്കോർഡ് ക്ലാസ്സുകളും ഓരോ ദിവസങ്ങളും കൃത്യമായിട്ട് ലൈവ് എക്സാമുകളും മോഡൽ എക്സാമുകളും വീക്കെൻഡുകളിലെ റിവിഷൻ എക്സാമുകളും മന്ത് എൻഡിലെ റോയമർ എക്സാമുകളും ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഡി ബാച്ചുകൾക്ക് നമ്മൾ തുടക്കം കുറിച്ചിരിക്കുവാണ്. തുടക്കക്കാർക്ക് വരെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലെ വളരെ പ്രധാനപ്പെട്ട ബാച്ചുകളാണ് നമ്മൾ സജ്ജമാക്കിയിരിക്കുന്നത്. ഓരോരുത്തർക്കും അഡ്മിഷൻ എടുത്തുകൊണ്ട് നമ്മുടെ ഭാഗമാകാവുന്നതാണ്. 2026 നിങ്ങളുടെ സ്വപ്ന ജോലിക്ക് തീർച്ചയായിട്ടും CCയുടെ മെന്റർ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓരോ ദിവസങ്ങളും കൃത്യമായിട്ട് മെന്റർ നിങ്ങളോട് പറയും എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏത് ടോപ്പിക്കാണ് പഠിക്കേണ്ടത്, അതിന്റെ മെറ്റീരിയൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് തരും. ആ സപ്പോർട്ടോട് കൂടി നിങ്ങൾക്ക് 2026 പരീക്ഷ നേടിയെടുക്കുവാൻ സാധിക്കും. നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും CCയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പഠിച്ച് പൂർത്തീകരിക്കാവുന്നതാണ്. പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്തുകൊണ്ട് തുടക്കം മുതൽ ബേസ് ലെവൽ മുതൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ കിട്ടും. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ വയസ്സുമായിട്ട് ബന്ധപ്പെട്ട നല്ലൊരു നോളജ് നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാ സജഷൻസും നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇതിന്റെ ബാക്കി സെഷനുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.